കണ്ണൂര് വളപട്ടണത്താണ് വൻ കവർച്ച നടന്നത്. മന്നയിലെ വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും 1 കോടി രൂപയും 300 പവനും മോഷണം പോയി അല്ലേ? വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്തായിരുന്നു ഈ കവർച്ച. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും നമുക്ക് ആ റിപ്പോർട്ട് കണ്ട ശേഷം നമുക്ക് വിശകലനങ്ങളിലേക്ക്. കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ മോഷണം പ്രാവർത്തികമാവുന്നതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത് ഈ എനിക്ക് വശത്തായി കാണുന്ന മതിലിനരികിൽ നിന്നാണ്. ഇതിലൂടെയാണ് മോഷ്ടാക്കളുടെ സംഘം അഷ്റഫിന്റെ വീട്ടിലേക്ക് കടന്നു കയറിയത്. മതില് ചാടിക്കടന്ന മോഷ്ടാക്കൾ പിന്നീട് ഈ ഒരു വശത്തിലൂടെ വീടിന്റെ അടുക്കള ഭാഗം ലക്ഷ്യമാക്കി നീങ്ങി. പിന്നീട് മുൻവാതിലും പിൻവാതിലും തകർക്കാൻ കഴിയുമോ എന്ന ശ്രമം അത് പരാജയപ്പെട്ടതോടെ വീടിന്റെ അടുക്കളയുടെ ജനാലക്കരികിലേക്ക്. അടുക്കളയുടെ ജനാല അതിവിദഗ്ധമായി തകർത്തകത്ത് കയറിയ മോഷ്ടാക്കളുടെ പ്രധാന ലക്ഷ്യം ലോക്കർ സൂക്ഷിച്ച മുറിയായിരുന്നു. ലോക്കർ തുറക്കാനായി അവർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നില്ല. താക്കോൽ അതിന് തൊട്ടരികിലുള്ള റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് മോഷ്ടാക്കൾ സ്ഥലപരിചയം കൃത്യമായുള്ളവരാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നതും. പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടിയെടുക്കും. മധുരയിൽ ബന്ധുവിന്റെ കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തിയ അഷ്റഫും കുടുംബവും കാണുന്നത് അലങ്കോലമായി കിടക്കുന്ന വീടിന്റെ അകമാണ്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത്ര വലിയ കവർച്ച ഈ വീടിനകത്ത് നടന്നുവെന്നത് ഈ കുടുംബം പോലും ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ നമ്മളെ ലോക്കറുള്ള സ്ഥലം വരെ അവർക്ക് മനസ്സിലായിന്. അത് ഇതുണ്ട്, അത് 2 അലമാരിലുണ്ട്. ഒരു അലമാരിൽ വെച്ച് അത് പൂട്ടി, ചാവി വേറൊരു അലമാരിൽ വെച്ചിട്ട് അത് പൂട്ടിയിട്ടാണ് അവർ പോയത്. അഷ്റഫിന്റെ വീട്ടിൽ നിന്നും മണം പിടിച്ച് പുറത്തേക്കോടിയ പോലീസ് നായ ഒടുവിലെത്തിയത് റെയിൽവേ ട്രാക്കിലേക്ക്. അവിടെ നിന്നും ട്രാക്കിലൂടെ അല്പദൂരം ഓടി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് നായ നിന്നു. മോഷ്ടാക്കൾ അവിടെ നിന്ന് പണമടങ്ങിയ ബാഗുകളുമായി പുറത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ നിഗമനം. പരിസരം ചിരപരിചിതമാക്കിയവരുടെ നേതൃത്വത്തിലാണ് മോഷണം നടന്നതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. റൂറൽ എസ് പി തന്നെ നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തിയതോടെ കേസിനൊരു പുതിയ മാനം കൈവന്നു. ഇനി ശാസ്ത്രീയ തെളിവുകൾക്കുള്ള കാത്തിരിപ്പാണ്, അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. കണ്ണൂർ വളപട്ടണത്ത് നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്. അപ്പോ കള്ളൻ എന്തായാലും ചില്ലറക്കാരനായിരിക്കില്ല ജയലക്ഷ്മി. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇത്രയും നമ്മളെയൊക്കെ സംശയിപ്പിക്കുന്ന കാരണം ആ വീട്ടിലേക്ക് കയറുന്നു, പിൻവാതിൽ ആ ഗ്രില്ല് പൊളിച്ച്, മാത്രമല്ല ആൾക്കാർ ഇവിടെ ഇല്ല, ഇത്രയും പണം അവിടെ ഉണ്ടായിരിക്കും, മാത്രമല്ല ഇദ്ദേഹം ഒരു മൊത്ത കച്ചവടക്കാരനാണ്. അപ്പോൾ ഇത്ര ദൈനംദിന ഇത്ര ഡീലിംഗ് ഉണ്ടാകും, ആ പണം അവിടെ വീട്ടിൽ വെക്കുന്ന ഇതൊക്കെ അറിയും. അതെ അതെ, എല്ലാം നമുക്കൊരു വല്ലാത്ത ഒരു ദുരൂഹതയാണ് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഇടകീറി പരിശോധിക്കുന്ന ഒരു വിശകലന വിദഗ്ധനാണ് നമ്മോടൊപ്പം ഉള്ളത് കേട്ടോ, നമ്മുടെ ജോർജ് ജോസഫ് സാറ്. അദ്ദേഹം എന്തായാലും കൃത്യം ഒഴുക്കോടുകൂടി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. ശ്രീ ജോർജ് ജോസഫ് സാറ്, നമസ്കാരം. ഈ മോഷണത്തിന്റെ തുടക്കം നമ്മൾ അറിഞ്ഞിടത്തോളം അറിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനും അപ്പുറത്തേക്ക് അസ്വാഭാവികതകൾ ഒരുപാട് നമുക്കൊക്കെ തോന്നുന്നുണ്ട്. അങ്ങേക്ക് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ ദുരൂഹതകൾ കാണാൻ കഴിയുന്നുണ്ട്? ഇല്ല, ഇത് പോലീസ് ഇപ്പം സംശയിക്കുന്നത് അത് പരിചയമുള്ള ഒരാളായിട്ടാണ് അവർ സംശയിക്കുന്നത്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് നോക്കണം, പരിചയമുള്ള ഒരാൾ. കാരണം അകത്തെ മുറിയിലിരുന്ന താക്കോലെടുത്ത് അവർ ലോക്കറിൻ്റെ താക്കോൽ അകത്തെ മുറിയിൽ നിന്ന് എടുക്കുകയും ലോക്കർ തുറക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പരിചയമുള്ളവർക്കേ ചെയ്യാനൊക്കെ ഉള്ളത്. അല്ല, ഈ കള്ളന്മാർ ഇതിലൊക്കെ നല്ല എക്സ്പെർട്ടാണ്. എവിടെയൊക്കെയാണ് അവർ താക്കോലിരിക്കുന്നത് അതൊക്കെ തപ്പി അവരെടുക്കും. നമ്മൾ വിചാരിക്കും നമ്മളേലും ഫാസ്റ്റായിട്ട് അവരെടുക്കും. കാരണം അത് സ്ഥിരം തൊഴിലാണല്ലോ. അവർ ഒരു വീട്ടിൽ എവിടെയൊക്കെ താക്കോല് കാണാം അതൊക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. ഇതിനകത്തൊരു പ്രത്യേകത, ഇതിൻ്റെ മോഡസ് ഓപ്പറാൻഡി, ഇത് കള്ളന്മാർ പോയത് എന്ന് സംശയിക്കുന്ന റൂട്ട് റെയിൽവേ ട്രാക്കാണ്. ആ പോലീസ് നായ റെയിൽവേ ട്രാക്കിൽ കൂടിയാണ് ഓടിയത്. അത് തൊട്ടടുത്ത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അവിടെ ചെന്നിരിക്കുന്നു. ഏതായാലും CCTV ദൃശ്യത്തിൽ അതിനകത്ത് കാണാതിരിക്കാം. എന്തായാലും ഇത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ടവരോ അറിയാവുന്നവരാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചു, അത് വലിയ ഗ്രില്ല് പൊളിച്ച് അകത്ത് കയറിയിരിക്കുന്നത്. മുൻവശത്തെ വാതിൽ തുറക്കാണെങ്കിൽ നമുക്ക് ഈ സമീപകാലങ്ങളിൽ നടന്നിട്ടുള്ള കവർച്ചകളുമായിട്ടൊക്കെ ഒരു സാമ്യമുണ്ടോ അതിന്? ഞാൻ അങ്ങനെയാണ് സംശയിക്കുന്നത്. ഇത് ഋഷിദാബാദ് ബംഗാളിലുള്ള ഗാങ് ആണെന്ന് ഞാൻ സംശയം. പോലീസ് അത് ശ്രദ്ധിക്കണം. കാരണം അവർ ഈ ഗോൾഡും ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കില്ല. ഇവർക്ക് നേരത്തെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
ഈ ഋഷിത ഇവർ റെയിൽവേ ട്രാക്കിന് അടുത്ത വീടുകളിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പട്ടി അങ്ങോട്ട് പോയെന്ന് ഞാൻ കരുതുന്നത്. ഇവരുടെ എല്ലാ ഓപ്പറേഷൻ രീതി അങ്ങനെയാണ്, ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രത്യേക ഗാങ്. അപ്പോൾ ഇവിടെ അവർ റെയിൽവേ ട്രാക്ക് ആ വഴി പട്ടി പോയിരിക്കുന്നു, ഇവർ എസ്കേപ്പ് റൂട്ട് അതാണ്. ഇവരെ നേരത്തെ 3 പേരാണ് ഇതിനകത്ത് ഓപ്പറേഷൻ. അതിൻ്റെ ഒരു ഏജ് വലിയ പോലീസ് നോക്കണം, ഇത് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അത് നോക്കണം. ഞാൻ സംശയിക്കുന്ന ഗാങ് ആണെങ്കിൽ അവർ 3 പേരുണ്ട്. നേരത്തെ കേരളത്തിൽ ഒരിടത്ത് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അത് അവരെ പിടിച്ചിരിക്കുന്നത് വയനാട് ഭാഗത്തു നിന്നാണ്. ഇവർ പച്ചക്കറി ബിസിനസ് നടന്ന് അങ്ങനെ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഒരിക്കലും ഒരു കേരളത്തിൽ അവർക്ക് അന്ന് ഈ 3 പേർക്ക് 49 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 50-51 വയസ്സ്. ഇത് ചെറുപ്പക്കാരാണോ പ്രായമുള്ളവരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലീസ് ആമുഖമായിട്ട് ഇത് പരിശോധിക്കണം. അത് റഷീദാബാദ് ഗാങ്ങാണ്. അവർ 3 പേരും ഉണ്ട്. അവർ മുഖം മറച്ചേ വരുള്ളൂ. അത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. CCTV ദൃശ്യത്തെ പറ്റിയൊക്കെ നല്ല നിശ്ചയമുണ്ട്. ഇത് നല്ലൊരു ക്യാച്ചാണ്. അവർ മിക്കവാറും നല്ല രീതിയിലുള്ള ഒരു മോഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന മോഷണത്തിൽ അതായത് ഇവിടെയുള്ള ആളുകളായിരിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്ന പോലീസ് നായൊക്കെ പോയ റൂട്ട് വെച്ച് നോക്കുകയായിരിക്കും. കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ വഴിയൊക്കെ. ജോർജ് സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ വീട്ടിലെ അഷ്റഫിന്റെ വീട്ടിൽ നമ്മൾ 1 കോടി രൂപയും അതേപോലെ 300 പവനുമാണ് ഉണ്ടായിരുന്നത്. അതാണ് മോഷണം പോയിട്ടുള്ളത്. അപ്പം അതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? ഇവർ ഈ ഒരു ഗ്യാങ് ആണ് എന്ന് നമ്മൾ എത്തുമ്പോഴും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അറിയാവുന്ന ആളുകളോ ഇത്രയും പണമൊക്കെ വെക്കുന്നു? അത് കാരണം പക്ഷേ ഒരു മൊത്ത വ്യാപാരിയാണ് എന്ന് കൂടിയുണ്ട്. എന്താണ് താങ്കൾ എന്താണ് അതിലൊരു എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? അല്ല, അത് KP അഷ്റഫ് മിക്കവാറും 1 കോടിയും 2 കോടിയൊക്കെ വീട്ടിലും അത് മിക്കവാറും ബാങ്കിൽ കൂടെ പോകുന്നതാണ്. അദ്ദേഹത്തിന് ഹോൾസെയിലാണ്. അപ്പോൾ അവിടെ മാത്രമല്ല, അവിടെ 3-4-5 ഷോപ്പ് അടുത്തടുത്ത് തന്നെയുണ്ട് വലിയ ഹോൾസെയിൽ കച്ചവടക്കാർ. അവിടുത്തെ ജീവനക്കാർ ഈ വീടിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹം അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. അത് എവിടുത്തുകാരാണെന്ന് എനിക്കറിയത്തില്ല. ഇത് റഷീദാബാദ് ഗാങ് ആരെങ്കിലും ആ പരിസരത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, ഇവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഇതിനടുത്ത് 2-3 പേര് താമസിക്കുന്നുണ്ട് ഒരു വീടെടുത്തിട്ട്. അവർ ഈ സംഭവം അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഈ റഷീദാബാദിൻ്റെ ഓപ്പറേഷൻ രീതി അങ്ങനെയാണ്. മതിൽ ചാടിക്കിടന്ന് അവരകത്ത് കയറും, അവർ മാസ്ക് ധരിച്ചിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ പിൻവശത്ത് ഗ്രില്ല് പിൻവശത്ത് കൂടെ ഓപ്പറേറ്റ് ചെയ്യും. മുൻവശത്തൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിലും അത്രയും വലിയൊരു ഗ്രില്ല് നല്ല എക്സ്പെർട്ടിന് മാത്രമേ പൊളിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഏജ് പോലീസ് നോക്കണം. ഈ ഒരു ഭാഗം കൂടെ പോലീസ് കൃത്യമായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. കാരണം നമുക്ക് നേരത്തെ കുറുവാ സംഘം എന്ന് പറയുന്നത് നമ്മൾ ഈ തമിഴ്നാട് കുറുവാ സംഘത്തിൻ്റെ ഓപ്പറേഷൻ രീതി നമ്മൾ ആലപ്പുഴയെ കണ്ടു. ആ കുറുവാ സംഘം എന്ന് പറയുന്നത് ഹരിയാനയിലുണ്ട്, പഞ്ചാബിലുണ്ട്, ബംഗാളിലുണ്ട്, ആന്ധ്രയിലുണ്ട്, തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. അവരൊക്കെ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തുന്നത് ഇവർ നേരത്തെ നമ്മളിവിടെ ഈ തൃശ്ശൂർ അടുത്തൊരു കേസ് പിടിച്ചിട്ടുണ്ട്. അത് നോക്കണം. ഞാൻ പറയുന്നത് അത് 2 ഗ്രൂപ്പിനെയാണ് നോക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ അവർ ട്രെയിനിലേ വരുള്ളൂ. പിന്നെ അവരെ അറസ്റ്റ് ചെയ്ത് ബോണ്ട് ഗാങ് ഉണ്ട്. അത് നമ്മൾ നോക്കണം. ഈ പോലീസ് അത് കൃത്യമായിട്ട് നോക്കണം. അത് നേരത്തെ അത് റെയിൽവേയിൽ അവർ ഈ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് AC-യിലും ഫസ്റ്റ് ക്ലാസ്സിലും ഫ്ലൈറ്റിലും ഒക്കെ വരും അവർ. അപ്പോൾ ആ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ആ യാത്രക്കാരെ എന്തെങ്കിലും അതിൻ്റെ ഇൻറ്റിമസി ഉണ്ടാക്കിയിട്ട് ജ്യൂസൊക്കെ കൊടുത്ത് മയക്കിയിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അവരുടെ ബാഗിലെ എല്ലാ ഗോൾഡും എല്ലാ ക്യാഷും അടിച്ചോണ്ട് പോകും. അതെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ആ കാര്യത്തിൽ വലിയ എക്സ്പെർട്ടാണ്. ഒരു തുണി പോലും ആരും അറിയത്തില്ല, അതിൻ്റെ അകത്ത് തുണിയൊന്നും അലയത്തില്ല. അവർ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മാത്രമേ ഈ സാധനം കാണൂല. അങ്ങനെ ഒരു പോലീസിന് എന്തോ ഒരു ലീഡ് കിട്ടിയതായിട്ട് പറയുന്നുണ്ട്. പോലീസിന് ഒരു ലീഡ് കിട്ടിയതായി പറയുന്നുണ്ട്. കാരണം ബന്ധുക്കളുടെ മൊഴി അതിൽ പറയുന്നത് പോലെ ഇദ്ദേഹം ഇവിടെ വീട്ടിലുണ്ടായിരിക്കില്ല, ഇത്രയധികം തുക എവിടെ ഉണ്ട്. കാരണം വെക്കുന്ന ഈ ലോക്കറിന്റെ അടക്കം അല്ലെങ്കിൽ അതിന്റെ താക്കോലൊക്കെ അപ്പോൾ എന്തോ ഒരു കൃത്യമായ ഒരു അറിവുള്ള ആളാണോ എന്ന് ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ബാഹ്യമായ രീതിയിലുള്ള ലഭിക്കുന്ന അനുമാനങ്ങൾ അനുസരിച്ചാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ആ രീതിയിലും സഞ്ചരിക്കാം. അപ്പോൾ പോലീസ് ഒരു ലീഡ് നിലവിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള സാധ്യത എന്തായിരിക്കാം? അത് ഈ പറഞ്ഞതോ അല്ല ഈ ബന്ധുവിന്റെ മൊഴിയൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സംശയങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരില്ലേ? അത് നോക്കേണ്ടി വരും. അത് നോക്കിക്കോട്ടെ. പക്ഷേ സ്ലിപ്പായി പോരുന്നതാണ്. അത് ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം നമുക്ക് തോന്നും ഇപ്പം വീട്ടുകാർക്ക് ഈ മോഷണത്തെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. ഇത് കൃത്യമായിട്ട് താക്കോൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവരും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരും മാത്രമായിരിക്കും എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ ആ ഒരു ആസ്പെക്റ്റ് നോക്കണം. അത് എലിമിനേറ്റ് ചെയ്യേണ്ട പ്രോസസ്സാണ്. അതുകൊണ്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ
വീട്ടിലെ ഇൻമേറ്റ്സോ പരിചയമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കിക്കോളൂ. അതേസമയത്ത് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പട്ടി ലീഡ് ചെയ്തുകൊണ്ട് പോയത് റെയിൽവേ ട്രാക്കിലും വളവട്ടണം റെയിൽവേ സ്റ്റേഷനിലോട്ടുമാണ്. അത് ട്രെയിനിൽ വരുന്ന ഗ്യാങ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ പല രീതിയിലും ചിന്തിക്കണമല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഋഷിദാബാദ് ഗ്യാങ് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ജോർജോ സാറേ, ഉള്ള സ്വർണവും പണമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോകല്ലേ കേട്ടോ. അവർ ഇവിടെ വേണം വെച്ചിട്ട് പോകും. എന്റെ വീട്ടിലാണ് ആരെങ്കിലും പണം ഇവിടെ വെച്ചിട്ട് പോകും. കാരണം അല്ല അത്രയും പഴക്കമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ അത്രയും പണം വെച്ചതിനെ കുറ്റപ്പെടുത്താനൊക്കില്ല. ഹോൾസെയിൽ അല്ല, ഞാൻ പറഞ്ഞൊരു മെസ്സേജ് കാരണം ഈ ആളുകളോട് കൂടി പറയാനുള്ളത്. കാരണം സർവീസിൽ നിന്ന് ആളെന്ന നിലയിൽ, കാരണം മോഷണങ്ങൾ ഏറി വരുന്ന ഒരു സമയത്ത്, ഒരു ചെറിയ സമയത്ത് ഈ ആളുകൾ എടുക്കേണ്ട ഒരു ജാഗ്രത കൂടി ഒന്ന് പറഞ്ഞു പോയാൽ. അത് ശരിയാണ്. കാരണം ഇത് അദ്ദേഹത്തിന് എപ്പോഴും ക്യാഷ് കയ്യിൽ വരും, ഹോൾസെയിലാണ്. അതുകൊണ്ട് 1 കോടി 2 കോടി വീട്ടിൽ വരും. അത് അടുത്ത ദിവസം ബാങ്ക് ഇടും. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വരും. അതിനകത്തൊന്നും പല ഹോൾസെയിൽ കച്ചവടക്കാരുടെ അവസ്ഥ ഇതാണ്. അന്നേരം ബാങ്കിൽ അവർ ഇടില്ല. കാരണം മണി അവർക്ക് ലൂസായിട്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനൊക്കില്ല. 300 പവൻ എന്ന് പറയുന്നത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും ഗോൾഡാണെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് മാറ്റായിരുന്നു. ആ ഗോൾഡൊക്കെ അവർക്ക് ലോക്കറി വിൽക്കായിരുന്നു. അതൊക്കെ അക്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിക്കണം. കഴിവുള്ളിടത്തോളം ക്യാഷും ഇതൊന്നും വെക്കരുത്. പക്ഷേ കേരളത്തിൽ ഈ കുറുവാ സംഘം പോലെയുള്ള ചെറിയ സംഘവും വലിയ സംഘവും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പതുക്കെ കേരളത്തിലേക്ക് വരും. കാരണം ഇന്ത്യയിൽ നമ്മൾ അമേരിക്കയിലൊക്കെ പോയി വലിയ പണക്കാരായിട്ട് വരുന്നവർ ഒത്തിരി പേര് ഇന്ത്യയിലുണ്ടെന്ന്, അത് മുഴുവൻ കേരളത്തിലാണെന്നൊക്കെയാണ് ഇവർ കരുതുന്നത്. ഇവിടെയുള്ള വീടും സ്ഥലവും ഒക്കെ കാണുമ്പോൾ അവർ. ശ്രീ ജോർജ് ജോസഫ് സാർ, എന്തായാലും വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു മോഷണം തന്നെയാണ്. അതിന്റെ മറ്റ് വശങ്ങളാണ് ശ്രീ ജോർജ് ജോസഫ് പങ്കുവെച്ച്. എന്തായാലും ജയലക്ഷ്മി ഒരു കാര്യം പറയുന്നത്, സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെക്കാതിരിക്കുക. നമ്മളെ പോലെയൊക്കെ സഹപ്രവർത്തകരൊക്കെ ഏൽപ്പിക്കുക കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് കളിമാറ്റിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വാർത്തകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു സീരിയസ്നെസ്. കാരണം ഈ വ്യാപാരി ഇദ്ദേഹം, അത് നമുക്കറിയാം. പക്ഷെ എങ്കിൽ കൂടി 300 പവനൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ലോക്കറിൽ സൂക്ഷിക്കുക. അത് തീർച്ചയായും കറക്റ്റ് ആണ്. കാരണം ശരി, പണം ഇത്രയും വീട്ടിൽ വെക്കാമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എന്തായാലും പോലീസ് അതിന്റെ ആ ചുരുളുകൾ അഴിക്കട്ടെ. അധികം സമയം എടുക്കാതെ തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ കണ്ണൂരിൽ നിന്നും നൽകുന്ന വിവരം. നമുക്കെന്തായാലും ഈ നിമിഷം ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം മറ്റേ വാർത്തകൾ.